സ്കൂൾ മേളകൾ അലങ്കോലപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. കലാകായിക മേളകളിൽ വിദ്യാർത്ഥികളെ ഇറക്കി പ്രതിഷേധിക്കുന്ന സ്കൂളുകളെ വിലക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. അതോടൊപ്പം സംസ്ഥാന സ്കൂൾ കായികമേള സമാപനത്തിലെ സംഘർഷത്തിൽ അധ്യാപകർക്കെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. വിവരങ്ങളുമായി സൂര്യ ഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, ആദ്യം തന്നെ ഈ കായികമേളയിലെ സംഘർഷം, അതിൽ ഏതൊക്കെ അധ്യാപകർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്? എന്ത് നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ നവംബർ മാസത്തിലാണ് സംസ്ഥാന സ്കൂൾ കായികമേള എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. വലിയ പിന്തുണയോടുകൂടി ഒളിമ്പിക് മാതൃകയിലൊക്കെ നടത്തപ്പെട്ട കായികമേളയായിരുന്നു. പക്ഷേ കായികമേളയുടെ അവസാന ദിവസം വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു, തർക്കങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കി എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നതാണ്. വി ശിവൻകുട്ടി അത് പ്രതിഷേധം നടത്തിയ സ്കൂളുകളുടെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ പ്രതിഷേധിച്ച സ്കൂളുകളിലെ അധ്യാപകർക്കെതിരെയാണ് നടപടി ഇപ്പോൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ 3 അംഗ അന്വേഷണ കമ്മീഷനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. നവമുകുന്ദ സ്കൂളിലെ 3 അധ്യാപകർക്കെതിരെയും മാർ ബേസിൽ സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയും നടപടി സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ കടുത്ത നടപടികളിലേക്ക് ഈ മേളകളിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സർക്കാർ നീങ്ങുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. കായിക മേളകളിൽ പ്രതിഷേധം അത് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതാണ്. വിധി നിർണയത്തെ ചൊല്ലി അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എല്ലായ്പ്പോഴും കലോത്സവങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയാറുള്ളതാണ്. പക്ഷേ ഇനി മുതൽ അത്തരത്തിൽ മേളകളിൽ പ്രതിഷേധം പാടില്ല എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നിർദ്ദേശം. ഇത്തരത്തിൽ കുട്ടികൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയാണെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണെങ്കിൽ അടുത്ത മേളയുടെ സമയത്ത് ആ സ്കൂളിനെ അയോഗ്യമാക്കി നിർത്തുക, മേളയിൽ നിന്ന് സ്കൂളിനെ വിലക്കാനുള്ള ഒരു തീരുമാനം. ഈ 2 നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഒരു ഉത്തരവ് അത് ഔദ്യോഗികമായിട്ട് പുറത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്കൂളുകളൊക്കെ തന്നെ ഇതുമായി സംബന്ധിച്ച ഉത്തരവ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ മേളകളിലൊക്കെ തന്നെ ഇനിയിപ്പോൾ പ്രതിഷേധം പാടില്ല എന്നത് അത് കർശനമായിട്ട് അതിന് നിയന്ത്രണം സർക്കാർ കൊണ്ടുവരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം അത് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 4-ാം തീയതി മുതലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങാനിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിവേഗം ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രതിഷേധങ്ങൾ പാടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് ഇതിനോടകം തന്നെ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. കൂടാതെ കായിക മേളയിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയ സ്കൂളിലെ അധ്യാപകർക്കെതിരെയുള്ള നടപടികളിലേക്കും വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നു. സൂര്യ, സംസ്ഥാന സ്കൂൾ കലോത്സവം മറ്റന്നാൾ ആരംഭിക്കാനിരിക്കുകയാണ്. ആ സ്കൂൾ കലോത്സവത്തിനും ഇത് ബാധകമാവുകയാണോ? ഈ വിധി നിർണയത്തിനെതിരെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അത് അധ്യാപകർ തന്നെ അതിന് വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഏത് രീതിയിൽ ഈ വിധി നിർണയത്തിൽ അപാകതകളിൽ പരാതിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു മാർഗനിർദ്ദേശം നൽകുന്നുണ്ടോ? അതായത് ഈ വിധി നിർണയത്തിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അപ്പീൽ വഴി അല്ലെങ്കിൽ അത്തരത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതല്ലാതെ വേദിക്ക് പുറത്ത് മറ്റ് മത്സരാർത്ഥികളെയോ അല്ലെങ്കിൽ അത് കാണാൻ വന്ന ആൾക്കാരെയോ ജഡ്ജസിനെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അത് നടത്താൻ പാടില്ല. അതിനാണ് കർശനമായിട്ട് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ മന്ത്രി തന്നെ പറഞ്ഞ ഒരു വിമർശനം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രൈസ് നൽകുകയാണെങ്കിൽ ജഡ്ജസ് പ്രിയമുള്ളവരും തങ്ങൾക്ക് പ്രൈസ് കിട്ടിയില്ല എന്നുള്ളെങ്കിൽ അവർ അപ്രിയരുമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. വേദിക്ക് പുറത്ത് അല്ലെങ്കിൽ ആകെ ആ മത്സര ഇനങ്ങളെയും അല്ലെങ്കിൽ കലോത്സവത്തിന്റെ മാറ്റ് ഉൾപ്പെടെ കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളിലേക്ക് കുട്ടികൾ കടക്കുന്നു. അത് കഴിഞ്ഞ കായികമേള അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും അത് കായികമേളയുടെ ആകെയുള്ള ഒരു സൗന്ദര്യം കുറയ്ക്കുകയും ചെയ്തു എന്ന ഒരു വിഷയം അത് മന്ത്രി തന്നെ
തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കർശനമായിട്ട് പ്രതിഷേധങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അത് അധ്യാപകരുടെയും അവർക്ക് കുട്ടികളുടെ ഒപ്പം വന്ന രക്ഷിതാക്കളുടെ ഇടയിൽ അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ജഡ്ജസിനെതിരെ ആ പ്രതിഷേധം പോവുകയും ഒക്കെ ചെയ്യുന്ന, ആക്ഷേപങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. അത് സാധാരണഗതിയിൽ കലോത്സവം അതുപോലെ തന്നെ കായികമേളയുടെ ഒപ്പം ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധമാണെങ്കിൽ കൂടി ഇനി അത് നടത്താൻ അനുവദിക്കില്ല എന്ന കർശന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കായികമേളയെ ചുറ്റിപ്പറ്റിയുള്ള ഉത്തരവും ആ നടപടികളുമാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി കലോത്സവം 4-ാം തീയതി മുതൽ നടത്താനിരിക്കുന്നു. അതിലും കർശനമായിട്ട് ഈ നിയന്ത്രണം കൊണ്ടുവരും എന്നത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റ് നിയമപരമായിട്ട് വിധി നിർണയത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത്തരത്തിൽ നീങ്ങണമെന്നുള്ളതാണ്. അതല്ലാതെയുള്ള യാതൊരുവിധ സമര പരിപാടികളും കലോത്സവ വേദികളിൽ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അത് കലോത്സവം ഈ വരാനിരിക്കുന്ന സംസ്ഥാന കലോത്സവത്തിലും പ്രകടമായി തന്നെ ഉണ്ടാകും. ഉത്തരവായിട്ട് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് ഇറക്കിയിരിക്കുന്നു. കായികമേളയിൽ അത്തരത്തിൽ പ്രതിഷേധിച്ച അധ്യാപകർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ ആ സ്കൂളിനെതിരെയും അധ്യാപകർക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്ന ഒരു അറിയിപ്പ് കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരവിലൂടെ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത്. ഈ സൂര്യ, നമുക്ക് ഈ കലോത്സവങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാം, പലപ്പോഴും ഈ രക്ഷിതാക്കളുടെ പ്രതിഷേധമാണ് പലപ്പോഴും ഉയർന്നു വരാറുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ചില രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ അരങ്ങേറാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പേരിൽ ഈ സ്കൂളുകളെ വിലക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുമോ? അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഈ സർക്കുലർ ഉണ്ടോ? ഇപ്പോൾ ഈ കായികമേള സംബന്ധിച്ച് മാത്രമാണോ ഈ സർക്കുലറിൽ പറയുന്നത്? നിലവിൽ കായികമേള സംബന്ധിച്ച് അതിൽ പ്രതിഷേധിച്ച സ്കൂളുകളിലെ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊരു അറിയിപ്പായിട്ട് കൂടി കണക്കാക്കണമെന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിലെ അധ്യാപകർക്കെതിരെ നടപടിക്കായിട്ട് നീങ്ങുന്നത്. അത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന കാര്യം പ്രതിഷേധം നടന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ടായിരുന്നതാണ്. ഈ സമയത്ത് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ അത് സംസ്ഥാന കലോത്സവം നടക്കാൻ പോകുന്നു, അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇറക്കുകയാണ് എന്നതുകൂടി കരുതേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പ്രതിഷേധങ്ങൾ ഈ നടത്തരുത് എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നതിന്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് കലോത്സവ വേദികൾ അത് പൊതുവിൽ സമാധാനപരമായിട്ട് കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ കലോത്സവം അല്ലെങ്കിൽ കായികമേള വരെയും അത്തരത്തിലുള്ള അതൃപ്തികളൊക്കെ തന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നതാണ്. കാരണം ഓരോ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ കുട്ടികളും മത്സരത്തിനായിട്ട് എത്തുന്നത് അത് ഏറെ നാളായിട്ടുള്ള അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് എല്ലാവരും മത്സര ബുദ്ധിയോടു കൂടിയാണ് അത്തരത്തിൽ മത്സരത്തിനായിട്ട് എത്തുന്നത് എന്നുള്ളതാണ്. ആ വിധി നിർണയത്തിൽ ഒരു അതൃപ്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകും. പക്ഷേ ഈ കഴിഞ്ഞ കായികമേളയിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് ആ കുട്ടികൾക്ക് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം അധ്യാപകരും അതുപോലെ തന്നെ അവർക്കൊപ്പം വന്നവരും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള വിമർശനങ്ങളാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ളവർ ഉയർത്തിക്കൊണ്ടിരുന്നത്. കുട്ടികൾക്കൊപ്പം അധ്യാപകരും പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ടാണ് ഈ അധ്യാപകർക്കെതിരെയുള്ള നടപടികളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവമുകുന്ദ സ്കൂളിലെ 3 അധ്യാപകർക്കെതിരെയും അതുപോലെ തന്നെ മാർ ബേസിൽ സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയും നടപടി എടുക്കുന്നു. ഇത്തരത്തിലൊരു നടപടി എടുക്കുമ്പോൾ അത് ഇനി ഈ വരുന്ന മേളകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം അനുവദിക്കില്ല, അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് ഇനി വരുന്ന മേളകളിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ സ്കൂളുകളെ പൂർണ്ണമായിട്ടും മേളയിൽ നിന്ന് വിലക്കുന്ന കർശന നടപടികളിലേക്ക് കടക്കും എന്നതുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുകയാണ്. അത് ഈ സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാന കലോത്സവം നടക്കാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണെന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ വേദികളൊക്കെ തന്നെ സമാധാനപൂർണ്ണമായിരിക്കണം, പ്രതിഷേധം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതോടുകൂടി അറിയിക്കുന്നത്. സംസ്ഥാന സ്കൂൾ മേളകളിലെ പ്രതിഷേധത്തിന് തടയിടാനുള്ള കർശന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി.